ഒന്നും അല്ല ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളെല്ലാം എവറി ഡേ വി ലേൺ. നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോസസ് ഒരിക്കലും നിൽക്കുന്നില്ല. സോ വി കീപ് ലേണിംഗ്. സോ ആ ലേണിങ്ങിന് ഏറ്റവും വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർ യു എ പേഴ്സൺ ഹു ക്യാൻ ബി ടോട്ട്? ആർ യു സമ്മൺ ഹു ഈസ്, ഞങ്ങൾ മോൾഡ് ചെയ്തെടുക്കുക. നിങ്ങൾ എന്താ പറയുക, നമ്മുടെ മലയാളത്തിൽ പറയില്ല, കളിമണ്ണായിട്ടിരിക്കുക. നിങ്ങളൊന്ന് ഷേപ്പ് ആക്കി എടുക്കലാണ് ഞങ്ങൾ ഇൻഡസ്ട്രീസിൽ ചെയ്യുന്നത്. അതിന് ശേഷമാണ് നിങ്ങൾ പ്രൊഡക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ഷേപ്പ് ആവാൻ പാകത്തിന് ഒരാളാണോ എന്നാണ് ഞങ്ങൾ ആദ്യം അസസ് ചെയ്യുക. പല കുട്ടികളും ഒരു റെസിലിയന്റ്, വെരി സ്റ്റബൺ, പ്രോബ്ലി ദേ ആർ നോട്ട് ഫ്ലെക്സിബിൾ, ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഇത് ഞങ്ങൾ അപ്പൊ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്റർവ്യൂ വരുമ്പോൾ താങ്ക് യു സോ മച്ച്, പ്ലീസ് ഹാവ് യുവർ കോഫി ആൻഡ് യു ക്യാൻ ലീവ്. അതിന് മുകളിലേക്ക് ഞങ്ങൾ എടുക്കാറ് പോലും. കഴിഞ്ഞ ഒരു ഇൻസ്റ്റൻസ്, നമ്മളൊരു ഫ്രണ്ട്ലി ടോക്ക് ആയിക്കോട്ടെ, ഒരു ഓൾമോസ്റ്റ് ഒരു 3 weeks, 1 month ആയിക്കണം. 1 month മുമ്പ് ഞങ്ങളൊരു ആഡ് ത്രൂ വൺ ഓഫ് അവർ കൊളീഗ്സ് പാർട്ണറുമായിട്ട് ഞങ്ങൾ ചെയ്തു. കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് AI ട്രെയിൻഡ് ആയിട്ടുള്ള കുറെ കുട്ടികളെ വേണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിൻ കുട്ടികൾ. ഞങ്ങളൊരു ആഡ് ഇറക്കി. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആയിരുന്നു. ഏകദേശം ഐ തിങ്ക് 648+ എൻക്വയറീസും റെസ്യൂംസും റിസീവ് ചെയ്തു. ആൻഡ് വി ആർ ഷോക്ക്ഡ്, ലിറ്ററലി വി ആർ ഷോക്ക്ഡ്. We could not select even one candidate. I don't know, എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ എനിക്കറിയില്ല. We could not find one candidate who could match up with our candidate. So ഇവിടെ basically, what I'm trying to tell you is, നിങ്ങളിൽ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും ഒരു റിയൽ വർക്ക് എൻവയോൺമെന്റും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ അതിന്റെ ഉദാഹരണം ചോദിക്കാം. നിങ്ങൾ എത്ര പേര് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്? For example, a plus b is equal to a plus b whole square is equal to a square plus b square plus 2ab എന്നൊക്കെ നിങ്ങൾ പെട്ടെന്ന് പറയും. Or you will be able to solve a linear algebra or very complex calculus problems. അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ചിലപ്പോൾ കഴിവുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, I would say 99.99% people say, I don't know. എക്സാമിന് വേണ്ടി ഞാനത് പഠിച്ചു, അത് സ്കോർ ചെയ്ത, I get good marks. സോ ഇപ്പോഴുള്ള ഒരു ട്രെൻഡ്, ഐ ഡോണ്ട് നോ ഇറ്റ്സ് എ ട്രെൻഡ് ഓർ നോട്ട്. ദ ഫാക്ട് ഇസ് ദാറ്റ് യു ആർ വെരി വെരി അക്കാഡമിക്. നിങ്ങൾക്ക് അപ്ലൈഡ് നോളജ് കുട്ടികളിൽ കാണുന്നില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം വാട്ട് വി ഇൻഡസ്ട്രി ഈസ് ഫേസിങ്. ഐ കീപ് ട്രാവലിംഗ് ടു ലോട്ട് ഓഫ് യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, ഡു ലെക്ചേഴ്സ്. ഞാൻ ഇന്നലെ തന്നെ 2 യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. Everywhere we found there's a big gap. Right now, I live in Bangalore. ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ് നിൽക്കുന്നത്. There's a big gap between the academics and the real applied world. നിങ്ങൾ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ് വരും ആദ്യം. ഇതാണ് ഫസ്റ്റ് തിങ് വാട്ട് യു നീഡ് ടു ഹാവ്. മിസ്റ്റർ ഗോപകുമാർ സ്റ്റാർട്ടിങ്ങിലെ തന്നെ പറഞ്ഞു. ഞാൻ അതിലൊരു പോയിന്റിൽ ഡിസഗ്രി ചെയ്യുന്നു. സോ ഐ വാണ്ട് ടു ബ്രിങ് ഇൻ. കുട്ടികളെ ഇപ്പം നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന എല്ലാം നല്ലൊരു ജോലി കിട്ടണം. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ഒരു അല്ലേ? Do you know what is the real statistics? കേരളത്തിന്റെ പോപ്പുലേഷൻ ഏകദേശം, ഇൻക്ലൂഡിംഗ് ദ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ, വി ആർ പെഗിങ് somewhere around 3.68 crore. അതില് കേരളത്തിലെ ഗവൺമെന്റ് സെക്ടറിൽ ഗവൺമെന്റ് കൊടുക്കുന്ന ജോലിയുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഏകദേശം 5,40,000. Don't get me wrong if I give some here and there numbers. Roughly, I'm giving it. I'm just pulling out from my memory. 5,40,000 പേർക്കാണ് ഗവൺമെന്റ് തലത്തിൽ ജോലിയുണ്ട്. ഏകദേശം പ്രൈവറ്റ് സെക്ടർ കേരളത്തിൽ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ഏകദേശം 10 ലക്ഷത്തിനോ 11 ലക്ഷത്തിനോ ഇടയ്ക്കാണ്. So if you look at the total number of employment opportunity, 15 ലക്ഷത്തോളം വരെ ഏകദേശം. കേരളത്തിൽ നിന്ന് ഒരു വർഷം ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അണ്ടർ ഗ്രാജുവേഷനിൽ ഡ്രോപ്പ് ഔട്ട് ഒക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കമ്മിങ് ഔട്ട് പെർ ആനം ഇസ് ക്ലോസ് ടു 10 lakhs. Now look at the attrition rate. ഇപ്പോൾ ഒരു ജോലിയിൽ കടന്നു കഴിഞ്ഞാൽ കുറെ ആരും പെൻഷൻ ആയിക്കൊണ്ടേയിരിക്കും. എല്ലാ വർഷവും ഉണ്ടല്ലോ, ആളുകൾ ജനിക്കുന്നു, മരിക്കുന്നു, അതേപോലെ പെൻഷൻ ആവുന്നു, റിട്ടയർ ആവുന്നു. ഇതൊക്കെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. If you peg it around, say, 15 to 20% attrition in every year, you have close to 2 lakh people getting, or 3 lakh people getting new employment opportunities.
കേരളത്തിന്റെ പോപ്പുലേഷൻ 3.68 crore. കേരളത്തില് ഐ എം ജസ്റ്റ് റെഫറിംഗ് ടു കേരള. ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ കഴിയണം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്. ഈ ഒരു വർഷം 10 ലക്ഷം കുട്ടികൾ വെളിയിൽ വരുന്ന സമയത്ത് അതിൽ മാക്സിമം ഒരു 2-3 ലക്ഷം കുട്ടികൾക്ക് മാത്രമേ ഒരു മീനിങ് ഫുൾ എംപ്ലോയ്മെന്റ് കിട്ടാൻ, ഇൻക്ലൂഡിങ് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ്. വേർ ആർ ദി അതർ പീപ്പിൾ ഗോയിങ്? ഒത്തിരി കുട്ടികൾ, സ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ ഡേറ്റ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ, പെൺകുട്ടികൾ പഠനം കഴിഞ്ഞ് കുറേ പേര് ദേ പ്രോബ്ലി ഗെറ്റ് മാരീഡ് ഇമ്മീഡിയറ്റ്ലി, ദേ സെറ്റിൽ ഡൗൺ, ദെൻ പിന്നെ കുട്ടികൾ, വീട്, ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ ഒക്കെ ആയിട്ടും ലോക്കലുമായിട്ട് ജീവിതം ചിലപ്പോൾ. കേരളത്തിൽ എംടെക്കും PhD അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ പെൺകുട്ടികളുടെ മാത്രം നമ്പർ എടുത്തു കഴിഞ്ഞാൽ, യു നോ വാട്ട് ഇസ് ദ നമ്പർ ആൻഡ് ഹൗ മെനി ഓഫ് ദം മീനിങ്ഫുള്ളി എംപ്ലോയ്? ഐ നോ കെമിസ്ട്രിയിൽ PhD എടുത്തിട്ട് വീട്ടില് റെഡി ടു എന്താ പറയാ, വീട്ടുകാര്യങ്ങൾ ചെയ്യുന്ന മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അതിൽ ഒതുങ്ങിക്കൂടുക. റീസൺ ഈസ് ദേ ആർ നോട്ട് ഏബിൾ ടു എക്സ്പ്ലോർ തിങ്സ്. ഇപ്പൊ നമ്മുടെ മൈൻഡിൽ വി ഹാവ് ജസ്റ്റ് കെപ്റ്റ് സർട്ടൻ ഇമേജസ്. പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടിയാൽ ഒരു കസേരയിലിരിക്കാം, എല്ലാ മാസവും ശമ്പളം കിട്ടും, ദെൻ നല്ല ഡ്രസ്സ് വാങ്ങാം, കാര്യങ്ങളാവും, വീട് മേടിക്കാൻ. കാരണം അറ്റ് ദിസ് ഏജ്, നിങ്ങളുടെ ഏജിൽ നിങ്ങൾക്ക് അതിനപ്പുറം ചിന്തിക്കാൻ ഒരുപക്ഷെ കഴിയുന്നില്ല. പഠിക്കുക, ജോലി കിട്ടുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചോദിക്കും ജോലി ഒന്ന് വായിക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഈ ഡേറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 10 ലക്ഷം കുട്ടികളിൽ ഇറങ്ങുമ്പോൾ 3 ലക്ഷം കുട്ടികൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. ബാക്കി 7 ലക്ഷം കുട്ടികൾ എവിടെ പോകും? ലാസ്റ്റ് 5 years, ഇഫ് യു അനലൈസ് ദ ട്രെൻഡ്, ലാസ്റ്റ് 5 years ഒരു വർഷം 7 ലക്ഷം കുട്ടികൾ അൺഎംപ്ലോയിഡ് ആയിട്ട് കിടക്കുക. 35 ലക്ഷം യുവാക്കൾ കേരളത്തിൽ ഇന്ന് ജോലിയില്ലാതിരിക്കുന്നു. You know why? It is not that they do not have a job. They are not willing to really create jobs. Now, ഈ ഗവൺമെന്റിലും അല്ലെങ്കിൽ പ്രൈവറ്റിലും നിങ്ങൾക്ക് ജോലി തരുന്നുണ്ട്. Now, I always ask people, നിങ്ങൾക്കൊരു ജോലി കിട്ടാനായിട്ട്, I can see Juhia, what is your name? Juhi, okay, on screen. Okay, I can see very few people. Can some of you just switch on your camera? Ningalakku beautiful, smart looking girls and boys. Why don't you switch on your cameras? Shabir Ali, Tansi. I can see few names. Melvin Joy, Nantu Krishna. Okay, കുറച്ച് പേരെ പേര് സ്ക്രീനിൽ വായിക്കാൻ പറ്റുള്ളൂ. Okay, so why don't you just switch on camera and be there? We would like to have a look at you, girls and boys. I mean, that inspires even for us to speak. Okay, otherwise we are speaking to a mute. എന്താ പറയുക, ഡമ്മി സ്ക്രീനോട് സംസാരിക്കുന്ന ഫീൽ ആയിരിക്കും. സോ അറ്റ്ലീസ്റ്റ് യു ഡോണ്ട് റെസ്പെക്ട് somebody is talking to you. So let's face to face have a look at it and engage in a dialogue. Maybe you are lucky that we will select you. I don't know. Maybe towards the program I'll announce some good things for you. So switch on your camera. Let's face to face have a look at it and talk to each other. So what I was trying to tell, നിങ്ങളുടെ മനസ്സിൽ ബേസിക്കലി വന്നിരിക്കുന്ന പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ ജോലി. വാട്ട് ഇസ് ദ ഫസ്റ്റ് റിക്വയർമെന്റ് ടു ഗെറ്റ് എ ജോബ്? ഞാൻ എല്ലാ കോളേജുകളിലും പോകുമ്പോഴും പ്രോഗ്രാം ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇൻവേരിയബിളി വെൻ ഐ കം ടു കോളേജ് ഐ ആസ്ക്, വാട്ട്സ് ദ ഫസ്റ്റ് റിക്വയർമെന്റ് ടു ഗെറ്റ് എ ജോബ്? ഐ മീൻ, ഈസ് ഇറ്റ് ഇന്ററാക്റ്റീവ്? ഗോപകുമാർ, ദേ ക്യാൻ സ്പീക്ക്? അതെല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. Yes, sir. Actually, selected ആയിട്ടുള്ളതാണ്. They can use the chat, sir. Okay, they can. Okay, it's okay. So I'll assume that you are giving me a response. I can see. Just unmute Juhi. I mean, I can just see her. So let me talk to Juhi. Juhi, I'm unmuting you. Juhi, can you hear me? Yes, sir. Okay, good. Nice. Where are you from? എവിടുന്നാണ് ഇപ്പൊ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ കാലിക്കറ്റ് ആണ്. SNES കോളേജില് MBA സ്റ്റുഡന്റ് ആണ്. MBA student. Very good. Okay. So I'll put this question to you. On behalf of our students, you can answer. ഒരു ജോലി കിട്ടാനുള്ള ഏറ്റവും ആവശ്യം എന്താണ് ജോലി? ജോലി കിട്ടാനുള്ള ഏറ്റവും ആവശ്യം, ജോലി വേണമെന്ന് നമ്മളെ ഉള്ളിലുള്ള ഒരു വില്ലിങ്നെസ്. Okay. You have that willingness. Then next. എന്നോട് തന്നെയാണോ? ജുഹിയോട് തന്നെ ചോദിച്ചേ. പറയൂ. I can see only you on the screen. ഒരു റീസൺ വേണം. Reason.
Okay, ജോലി കിട്ടണം എന്നുള്ളൊരു റീസൺ അല്ലേ? Okay, good. I appreciate that. Okay, now I ask this question to most, and എവിടുന്ന് എനിക്ക് കിട്ടുന്ന ഒരു ആൻസർ എന്താ പറയുക? സർ, ഒരു ജോലി കിട്ടാൻ ഏറ്റവും നല്ല ക്വാളിഫിക്കേഷൻ വേണം, നല്ല ആറ്റിറ്റ്യൂഡ് വേണം, നല്ല ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, നല്ല പേഴ്സണാലിറ്റി വേണം. They give all good reasons. But they miss out the most important reason, most important point. നിങ്ങൾക്ക് ഇതെല്ലാം ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എംടെക്കും ഡബിൾ എംടെക്കും PhDയും യു ആർ വെരി ലുക്ക്, യു ആർ ലൈക്ക് ഐശ്വര്യ റായ്, യു ആർ ലൈക്ക് ഹൃതിക് റോഷൻ, വാട്ട് എവർ ദ കേസ്. നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. Very good English, like Mr. Shashi Tharoor, with a lot of respect. You speak that kind of fluent English. It doesn't matter. പക്ഷെ നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട്. So I'm taking all of you. We are going to fly down and we are going to land in Sahara. നമ്മൾ സഹാറയിൽ പോയി ഇറങ്ങാൻ പോവാം. നിങ്ങൾക്ക് എല്ലാ ക്വാളിറ്റി ഉണ്ട് കേട്ടോ, ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ട്. And I'm just leaving you there. Find your job. Do you think you will get a job? Correct? നിങ്ങൾ സഹാറയിലല്ലേ? You don't get a job. Why? Because in Sahara, there is no opportunity for you to get a job. So for you to get a job, the first requirement, there should be a vacancy, there should be a position, there should be an opportunity. You might have the world's best degrees with you, best person, best health, everything is okay. But there is no opportunity for you. I dropped in Antarctica, Pacific Ocean, Sahara. Do you get? You won't get any job because there doesn't exist an opportunity. So the first requirement to get a job is to have an opportunity. Now the question comes, who creates this? Are they created? Opportunities are not created. So it's created by government or entrepreneurs. Just visualize here, in the Tata, Ambani, Indian all business, we have a lot of money. I'm closing down all the businesses today. What will be the life of India? Ningal's life and that, entire life and that. So the most important thing, according to me, is to be employed, to create an opportunity. Who creates this opportunity? It is nothing but no one else other than entrepreneurs. So your life starts when you start thinking, yes, I'm not just an employee or employment seeker. I wanted to be an employer. I wanted to provide opportunities. I wanted to be part of a great initiative which offers job opportunities to people, employment opportunities. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം, ഒരു കമ്പനി നടത്തുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം? ഒരു പക്ഷെ നിങ്ങളുടെ ഈ ഏജിൽ അതിനുള്ള മെച്യൂരിറ്റി എത്തിക്കാണില്ല. ബട്ട് ദ സീഡ് ഹാസ് ടു ബി ദർ. ഇറ്റ്സ് ഓൺലി യു പ്രോഗ്രസ്. സോ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് ഡിജിറ്റൽ മാർക്കറ്റിംഗും അതിനുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഞാൻ അത് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് എന്തിനാണ് ഇങ്ങനെ ഒരു പോയിന്റ്, ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരു മെന്റൽ ട്രാൻസ്ഫോർമേഷൻ അത് ആദ്യം തന്നെ ഉണ്ട്. Yes, I'm here not just ഒരു ജോലി നോക്കി ഒരു റിസ്യൂം കൊണ്ട് നടക്കുന്ന ഒരാളല്ല. അതിനപ്പുറം ജോലി സാധ്യതകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഞാനെന്റെ പേഴ്സണൽ എന്റെ കമ്പനിയിൽ ഞങ്ങൾ എന്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഒത്തിരി പ്രോഗ്രാംസുകൾ ചെയ്യുന്നു. ഞങ്ങൾ ഇനിഷ്യേറ്റീവ്, വി ആർ എ ഫ്രീലാൻസിങ് കമ്പനി, വി ഓഫർ മെനി ഓപ്പർച്യൂണിറ്റീസ്. So അങ്ങനെയുള്ള കുട്ടികളെ എടുക്കുന്നു, we give them training and we let you go and find out, create. So Gopal, can I have some slides sharing permission? Is that I can share some slides? Yes sir, sure. So I'll just go on. Let me go back here. ഞാൻ often ഉപയോഗിക്കുന്നത് what you call so here it is when I share a screen. Okay, window. Okay, I'll have to take a window, then share the window. Let me see how it. I generally use Zoom is what I often use. So show my screen anyway. You are presenting your screen. So this is how it comes. I don't know. So how do I stop this?
Stop sharing. Okay. ഞാൻ യൂസ് ചെയ്യുന്ന മുഴുവൻ Zoom ആയതുകൊണ്ട് ഐ എം നോട്ട് വെരി ഫെമിലിയർ ടു നാവിഗേറ്റ് ത്രൂ ദിസ്. സ്റ്റോപ്പ് presenting. Okay, sir. Sir, if you can share to me through WhatsApp, or I can share it. If a big file. Let me see. Enter screen is what I should share. എന്താണ് ഞാൻ ഇവിടെ ചെയ്യേണ്ടത്? I wanted to open my PPT slide and show. So what should I do? Yeah. Open. Yes, sir. Share the screen. Share the screen. Share screen. Okay. Yeah, I yeah, select yes, sir. the screen. Okay. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? Enter screen is selected. Then I see the screen here. Okay, when I share that, okay, so this is how it comes. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കണ്ടവാന സ്ക്രീനുകൾ പോപ്പപ്പ് ചെയ്തിരിക്കുന്നു. Yes, sir. Actually, same device തന്നെയാണ്, sir. Yeah, it's in the same device. So stop sharing. Sir, you can open the PPT directly. Sir, direct on the. Okay, ഞാൻ PPT ഒന്ന് open ചെയ്യാം. Let me just see. Okay. Okay, so my PPT is open now. Is that the PPT seen? Sir, ഒന്ന് സ്ക്രീൻ ഷെയർ sir ഒന്ന് കൊടുത്താൽ മതി. ഇനി സ്ക്രീൻ ഷെയർ കൊടുക്കണം അല്ലേ? Okay, so entire screen or a window. Okay, I think I should take a window. Let me see this. Okay, now you can see a കാണാമോ? Yes, sir. Visible ആണ്. You can see, right? Yes, sir. But PPT open അല്ല, sir. Sirന്റെ ഫയൽസ് എല്ലാം കാണുന്നുണ്ട്. Okay. Maybe അതൊന്ന്. Okay, let me just see. Open ചെയ്താൽ മതിയാവും, sir. Okay, let me see this. Okay, I'm opening now. ഇപ്പൊ കാണാം. Now opened. Is it something you can see a screen? സർ ഓപ്പൺ ആയിട്ടില്ല. സർ ഒന്നും കൂടെ എനിക്ക് തോന്നുന്നത് സെലക്ട് ആയിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടില്ല. So you can see a screen here, like I'm just going down. Yeah, sir. Okay. Now if I open this, ഇപ്പൊ കാണുന്നുണ്ട്. No, I think. സർ സെലക്ട് ആയിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടില്ല. But I have opened it here. So let me close this. Then, excuse me. Is it getting open? Is it getting shared? I don't know. Then Google Meet adi ഉപയോഗിക്കാറില്ല. Maybe that's the reason. Okay, sir. Sir, if possible, എനിക്ക് ഷെയർ ചെയ്യാൻ പക്ഷേ സൈസ് ഉണ്ടായിരിക്കും അല്ലേ? പോസിബിൾ അതൊരു മെയിൽ ത്രൂ. I have not skimmed it. Hello. പറയൂ. സാർ, എൻ്റെ സ്ക്രീന് നമ്മൾ ഷെയർ ചെയ്തിട്ട് നേരത്തെ പോലെ ടോപ്പ് വിൻഡോ വരുന്നത് പ്രശ്നമാക്കണ്ട. നമ്മൾ സ്ലൈഡ് അതിൽ ഓപ്പൺ ചെയ്താൽ നമ്മുടെ സ്ലൈഡ് മാത്രമായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. So I have to go for entire screen. Yes. ഇപ്പൊ ഉള്ളത് സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുത്തിട്ട് എൻ്റെ സ്ക്രീൻ സെലക്ട് ചെയ്യുക. So stop sharing കൊടുത്തു. Okay. Now I have to select entire screen select ചെയ്തു. Then share. Right, share. Okay. Now what should I do? ഇനി സാർ PPT ഓപ്പൺ ചെയ്താൽ മതി. Let me just go and open the PPT. Okay, so here I go. Interesting. നമ്മൾ എത്ര സമയം വരെയാണ് കുട്ടികളോട് സംസാരിക്കാനുള്ളത്? What is the time available? 8 ആണ് സർ. നമുക്ക് അപ്പൊ ഒരു 8:15 8:10 വരെയൊക്കെ മാക്സിമം നമുക്ക്. Yeah, sure. Okay. We wanted something is getting open. ഞാൻ സെലക്ട് ആയിട്ടുണ്ട്, ബട്ട് ഓപ്പൺ ആയിട്ടില്ല. Let me see. Because many of the topics I just wanted to see, so these people, the students are able to connect to the topic. അതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അവർ കേട്ടിട്ട് അവരൊക്കെ മറന്നുപോകും. അതെ സാർ അത് വാട്സപ്പിൽ സാർ ഒന്ന് സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുത്തിട്ട് വാട്സപ്പിലോ മറ്റോ സാർ അല്ലെങ്കിൽ മെയിലിലോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ ഷെയർ നൗ സർ. സൈസ്
വെരി ബിഗ് ഫയൽ ആയതുകൊണ്ടാണ്. കാരണം ഇത് ഓ വീഡിയോസ് ഒക്കെ അതിനകത്തുണ്ട്. ഓക്കെ ഓക്കെ. ഓപ്പൺ ക്യൂ, വാട്ട് ഈസ് ഓപ്പൺ ക്യൂ? We should be able to figure it out. ഹലോ സാർ, അത് നേരത്തെ പോലെ തന്നെ അത് ഫുൾ ഓപ്പൺ ചെയ്തിട്ട് സാറിന്റെ സ്ക്രീൻ കംപ്ലീറ്റ് ആ PPT ആക്കി വെച്ചാൽ മതി. സാർ എന്റെ സ്ക്രീൻ സാർ കൊടുത്തിട്ട് സാർ പ്രസന്റ് നൗ തന്നെ എന്റെ സ്ക്രീൻ കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ stop presenting it. Okay, now we have just one regular. Now I'm opening the present screen, right? Share screen. Yes, sir, yeah. Okay. Yeah. Share screen എടുത്തിട്ട് എനിക്ക് കിട്ടുന്ന Chrome tab, window, then the entire screen ഇതാ കിട്ടുന്നത്. What should I select? Window ആണ് എടുക്കേണ്ടത്. എന്റെ സ്ക്രീൻ കൊടുത്തിട്ട് എന്റെ സ്ക്രീൻ കൊടുക്കുക. എന്റെ സ്ക്രീൻ എടുത്തു, then share. അതിനുശേഷം ഷെയർ ആണോ? അതെ, ഷെയർ കൊടുക്കുക. ഷെയർ ചെയ്തു. ഓക്കെ. സാറിന്റെ ലാപ്ടോപ്പ് സ്ക്രീൻ നമുക്ക് വിസിബിൾ ആയിരിക്കും. എനിക്ക് ഇവിടെ ഇങ്ങനെ ധാരാളം സ്റ്റാക്ഡ് ഇമേജസുകളാണ് വരുന്നത് ഒരേ സ്ക്രീനിൽ തന്നെ. അത് ഒരു സ്ക്രീനിൽ വേറെ സ്ക്രീൻ വരുന്നതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല. സാർ ജസ്റ്റ് സാറിന്റെ PPT ഓപ്പൺ ചെയ്താൽ മതി. ഇനി സാറിന്റെ സ്ക്രീനിൽ PPT ഓപ്പൺ ചെയ്താൽ മതി. ഈ വിൻഡോ മിനിമൈസ് ചെയ്തിട്ട് ഈ ഗൂഗിൾ മീറ്റ് ഈ വിൻഡോ ഒന്ന് മിനിമൈസ് ചെയ്തു. ഇനി ഞാൻ PPT ഓപ്പൺ ചെയ്തു. അതായത് സാർ ഫുൾ സ്ക്രീൻ ആക്കിയിട്ടാ, അതായത് സ്ലൈഡ് ഷോ ആക്കിയിട്ടാ മതി സാർ PPT ഓൺ. Here we go. ഇപ്പൊ കാണുന്നുണ്ടോ? അതെ സർ. യെസ് സാർ, അത് ഫുൾ. ഓക്കെ ഓക്കെ now. Okay sir. All the screens that you're seeing, okay? We are Yes, sir, good yes, to sir. go. Good to go. Yes sir, yes. Okay, so primarily careers in e-commerce and digital marketing. Okay, അതായിരുന്നു നമ്മുടെ ടോപ്പിക്. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഓൺലൈൻ ടെക്നോളജീസ്, ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ടെക്നോളജീസ് നമ്മളിലേക്ക് വന്നു തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ടു ഓൾഡ്. ഓക്കെ, ഞാനപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഇവിടെയുള്ള കാരിയർ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ചെറിയ ഒരു ഫോട്ടോ കാണിക്കുകയാണ്. എന്റെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന കടകളുടെ ലുക്കാണ് ഞാൻ ഈ കാണുന്നത്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണുന്ന ഇപ്പോഴത്തെ മോഡേൺ ഒരു മാൾ. ഐ തിങ്ക് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഈ പഴയ കടകളൊക്കെ കണ്ടോന്ന് എനിക്കറിയില്ല. മേ ബി നിങ്ങളുടെ ഏരിയയിൽ ഗ്രാമപ്രദേശങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ കടകൾ കാണും. ബാക്കിയെല്ലാം ഇതാണ്. പണ്ട് പട്ടണങ്ങളിലും ഇങ്ങനെ വലിയ ഈ കടകളുണ്ടായിരുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫോട്ടോസ് തന്നെയാണ്. മാൾ കൾച്ചറൊക്കെ വന്നിട്ട് കുറച്ച് കളയായിരുന്നു. അതായത് ബാർട്ടർ സിസ്റ്റവും അതിൽ നിന്ന് ഓർഗനൈസ്ഡ് ഷോപ്പിങ്ങും അതിനുശേഷം റീറ്റെയിലും ബിഗ് മാളുകളും ഇപ്പൊ ഇ കോമേഴ്സിലേക്ക് വന്നു. ഇപ്പൊ നെക്സ്റ്റ് എന്താ പറയാ, എവല്യൂഷൻ ഇസ് ഗോയിങ് ടു ബി സംതിങ് വെരി ഡിഫറെന്റ്. ഓക്കെ, ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളൊന്ന് പഴയത് കാണിക്കുക. ബേസിക്കലി നമ്മൾ ഇ കോമേഴ്സിലേക്ക് കടന്ന് കഴിഞ്ഞൊരു 10, 20, 30 വർഷമായിട്ടുള്ള മനുഷ്യരാശിയുടെ ടോട്ടൽ എക്സിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ 30 years ഇസ് നത്തിങ് ബട്ട് ഫ്യൂ സെക്കൻഡ്സ്, അത്രേ ഉള്ളൂ. അപ്പൊ ആ വന്ന സമയത്ത് വന്ന മാറ്റങ്ങൾ, ഇ കോമേഴ്സിൽ വന്ന മാറ്റങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണാവുന്നതാണ്. ഐ ഡോണ്ട് തിങ്ക് നിങ്ങളുടെ ആരുടെങ്കിലും കയ്യിൽ ഫോൺ ഉണ്ടോ? അതായത് ഒരു ആർ യു ഏബിൾ ടു ഹിയർ മീ ഗോപകുമാർ? യു ആർ ഏബിൾ ടു ഹിയർ മീ, റൈറ്റ്? യെസ് സർ, ഓഡിബിൾ ആണ്. ഓക്കെ. നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ മിക്കവാറും ഒരു 3-4 ഷോപ്പിംഗ് ആപ്പുകൾ കാണും. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ ബുക്കിംഗ് ആപ്പുകൾ, ടേക്ക് മൈ ട്രിപ്പുകൾ, ഊബർ, ഇങ്ങനെ ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. ഇതിൽ ഇ കോമേഴ്സിന്റെ ആപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇ കോമേഴ്സ് എന്നുള്ള ടെക്നോളജി എന്നുള്ള ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓൺലൈൻ, അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഇ കോമേഴ്സിൽ തന്നെ ധാരാളം ബിസിനസ് മോഡൽസ് ഉണ്ട്. B2B, അതായത് ബിസിനസ് ടു ബിസിനസ്. അതായത് വലിയൊരു വലിയൊരു ഡിസ്ട്രിബ്യൂട്ടർ അയാൾ സബ് ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന ഒരു മോഡൽ ആയിരിക്കും ഒരു ബിസിനസ് ടു ബിസിനസ്. കൺസ്യൂമർ ടു ബിസിനസ്, then B2C, business to consumer, then C2C, consumer to consumer. There are different business models available. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് കാര്യങ്ങളാണ്. I'm just touching upon all this. ഇ-കോമേഴ്സിന്റെ സൈസ് ഇപ്പൊ ഇത് 1990s, 85 എൻഡിൽ 90-ലൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് ആമസോൺ വെറും ബുക്കുകൾ വിറ്റ് തുടങ്ങിയ ഒരു കമ്പനിയാണ്. അപ്പൊ ആമസോൺ പോലെ ഒരു കമ്പനി ബുക്കുകൾ വിറ്റ് തുടങ്ങിയിരുന്ന കമ്പനി ഇന്ന് $multi-billion കമ്പനി ആയിട്ട് മാറുന്നു. ഇ-കോമേഴ്സ് ഇൻഡസ്ട്രി അമേരിക്കയിൽ തന്നെ ഏകദേശം ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഹിറ്റിംഗ് അറൌണ്ട് 9.8 to 10 ട്രില്യണിലേക്ക് പോവാണ്.
Okay, we are expecting by 2030 at least we should be somewhere 20 trillion. അതാണ് അതിന്റെ സൈസ്. ഓക്കെ, സോ ഈ 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അല്ലെ? 1 ബില്യൺ is 100 crore. സോ അങ്ങനെ എത്ര ബില്യൺ ആണോ ട്രില്യൺ? ഐ തിങ്ക് യു നോ ഓൾ ദിസ് മാത്സ്. ഐ ഡോണ്ട് ഹാവ് ടു ടീച്ച് യു. ഇത് 2001 വാൾമാർട്ട് ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് റീറ്റെയിൽ രംഗത്ത്, ഓർഗനൈസ്ഡ് റീറ്റെയിൽ രംഗത്തെ ജയന്റ് ആണ് വാൾമാർട്ട്. Okay, we used to do project center for Walmart. I mean, we used to talk about these guys in high respect. Even today, they command very high respect. അന്ന് 2001 വാൾമാർട്ടിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു $250-260 ബില്യൺ. 2001 2024 now it is today 2001 ഏകദേശം 23-25 വർഷത്തെ ഗ്യാപ്പിൽ അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വളർന്നത് today is around $650-700 billion size. അപ്പോ 25 കൊല്ലം കൊണ്ട് ഓൾമോസ്റ്റ് ഡബിൾ ഒരു 2.5 times ആണ് ഗ്രോത്ത്. 2001 ഇതേ സമയത്ത് ആമസോണിന്റെ പഴയ ഫോട്ടോസ് ഞാൻ നിങ്ങളെ കാണിച്ചില്ല, ആമസോൺ എങ്ങനെ ഇരുന്നത്. 2001 ആമസോൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2 ബില്യൺ. അതായത് വാൾമാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഒരു 100ൽ 1 ഇതേ ഉള്ളൂ. ഓക്കെ, ആ കമ്പനി ഇന്ന് അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2 ട്രില്യൺ മുകളിൽ, 2.3-2.4 ട്രില്യൺ ആണ്. ട്രില്യൺ, നോട്ട് ഇൻ ബില്യൺ. Now you can see the kind of growth. എത്ര എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് ഇത്. ഇവിടെ ഇതിനെ കോമ്പൗണ്ടഡ് ആയിട്ട് ഈ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രൈമറിലി എന്താ പറയുക, ഡിജിറ്റൽ പെനിട്രേഷൻ, നോളജ്, നമ്മുടെ കമ്പ്യൂട്ടിംഗ് എബിലിറ്റി, സ്മാർട്ട് ഫോൺസുകൾ, ഇന്റർനെറ്റ്, ബെറ്റർ ടെലികോം ടെക്നോളജീസ്, പിന്നെ ഗവൺമെന്റിന്റെ ഡിജിറ്റലൈസേഷൻ, അങ്ങനെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് അതിനകത്ത് വന്നു. പിന്നെ ഡിജിറ്റൽ കറൻസി, പേയ്മെന്റ് സിസ്റ്റംസ്. നമ്മൾ ക്യാഷ് കൊടുത്ത് ഒരു സാധനം വാങ്ങാൻ പറ്റുമായിരുന്നു എങ്കിൽ ഓൺലൈനിൽ ഒന്നും നടക്കാൻ പോകില്ല, കാരണം ഫോണിൽ കൂടെ കാശ് കൊടുക്കാൻ പറ്റും. സോ യു നീഡ് ടെക്നോളജി. സോ പല ടെക്നോളജീസും പല സമയത്തും വന്ന് ഇന്റഗ്രേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ കാണുന്ന ഈ എവല്യൂഷനൊക്കെ ഉണ്ടാകും. ഓരോ സെക്ടറിലും അതിൻ്റെതായ ഗ്രോത്തുകൾ കിടക്കുക. ഡിജിറ്റൽ കോമേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് വെറുതെ സാധനങ്ങൾ വാങ്ങുന്നത് മാത്രമല്ല, അതിനോട് അനുബന്ധമായിട്ട് എന്തോരം കാര്യങ്ങളുണ്ടെന്ന്. പേയ്മെന്റ് സിസ്റ്റംസ്, പ്രോഡക്റ്റ് സെലക്ഷൻസ്, അതായത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്, റിഡ്രസൽ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ എനോമസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഫീൽഡിൽ കിടക്കുന്നത്. ബിയോണ്ട് ഞാനിപ്പോ ഒരു ദിവസം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാലും തീരാത്ത എത്രമാത്രം കാര്യങ്ങൾ ഈ ഡൊമൈനിൽ കിടക്കും. ഞാൻ ഈ ഫോട്ടോ കാണിക്കുന്നതാണെങ്കിൽ നിങ്ങളെ ചില പഴയ ഫോട്ടോസും കൂടെ കാണിച്ചത്, അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കണക്ഷൻ കിട്ടും. ആമസോൺ തുടങ്ങിയത് ഇരുന്നത് ഇങ്ങനെയാണ്. ആമസോണിന്റെ ഫോട്ടോ നിങ്ങൾക്ക് മോളിൽ കാണാം, ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നത് ജെബ്രോസ് ഇരിക്കുന്നതിന്റെ ഫോട്ടോ ഒരു പകുതി കഷന്റെയൊക്കെ ആയിട്ട്. ഇപ്പൊ ഫുള്ളായി, ബട്ട് ഹി ലുക്സ് മച്ച് ഹാൻസം ടുഡേ. അന്ന് പുള്ളിയുടെ ടേബിള് ഐ ഹേർഡ് അറ്റ്ലീസ്റ്റ് എനിക്ക് പുള്ളിയുടെ ഗരാജിന്റെ ഡോറ് പൊളിച്ചിട്ടാണ് പുള്ളിയുടെ ടേബിൾ ഉണ്ടായത്. ആൻഡ് ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ടുഡേ വെർ ഹി സിറ്റ്സ്, വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദ ബിസിനസ്? Look at Microsoft എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്, ഇൻഫോസിസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്, ടെസ്ല, അലിബാബ, ഈ വക കമ്പനികളുടെയൊക്കെ തുടക്കത്തിൽ ഇവർ ഇങ്ങനെ ഇരുന്നത്. അപ്പൊ നിങ്ങളെ ഞാനിത് പറയാൻ കാരണം, all this is when we started, there was something, ആരും നോട്ടീസ് ചെയ്യാതെ കടന്നുപോയ കാര്യങ്ങൾ. ടുഡേ എല്ലാവരുടെയും കൺമുമ്പിൽ ഇവരൊക്കെ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ. ഇതേപോലെ നിങ്ങളിലും ചില പ്രസ്ഥാനങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കണം. ജസ്റ്റ് വിഷ്വലൈസിങ്. അപ്പൊ ആ ജേർണിയുടെ ഒരു ട്രിഗറാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത്. നിങ്ങളിലുള്ള ഒരു എന്റർപ്രീനറെ നിങ്ങൾ കണ്ടത്. ഡോണ്ട് ഫോളോ ദ ഹേർഡ്, യു നീഡ് ടു ബി സംതിങ് വെരി ഡിഫറെന്റ്. യു ക്യാൻ. അവിടെയാണ് ഞങ്ങൾ അങ്ങനെ കുട്ടികളെ നോക്കുന്നത്. സോ ദാറ്റ്സ് മൈ ടേക്ക്. ഐ മീൻ I'll explain some of the things what we are looking for. Now ഇ-കോമേഴ്സിന്റെ എവല്യൂഷനകത്ത് വന്നിരിക്കുന്ന ട്രെൻഡാണ് ദ സെയിൽസ് ട്രെൻഡ്. യു സി 2021 മുതൽ 2027 വരെയുള്ള ഒരു ഗ്രോത്ത് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ പെർസെൻറ്റേജ് 25-26% ഗ്രോത്ത് ആണ്. ജസ്റ്റ് എന്താ റീറ്റെയിലും ടോട്ടൽ റീറ്റെയിൽ സെയിൽസ് വോളിയത്തിന്റെ ആ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ കാണാം. Now, share of shopping who purchase products via social media channels worldwide. You just look at this. What is the kind of percentage growth? അതിനകത്ത് ഏജ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ പർച്ചേസ് ഹാബിറ്റുകൾ നോക്കുന്നത്. സോ യങ്സ്റ്റേഴ്സിലാണ് ഈ പർച്ചേസ്, ഓൺലൈൻ പർച്ചേസിന്റെ ഒക്കെ ട്രെൻഡ് കൂടുതൽ. അതുകൊണ്ടാണ് യങ്സ്റ്റേഴ്സ്
ഡിജിറ്റൽ കോമേഴ്സ് രംഗത്തേക്ക് വരാൻ കൂടുതൽ സാധ്യത കാണുന്നതായിട്ട് ഞങ്ങളുടെ സ്റ്റഡീസാണ്. ഇത് അടുത്തൊരു വലിയൊരു മേജർ ഇനിഷ്യേറ്റീവ്. ഞാൻ ഐ റൺ ആൻ AI കമ്പനി. അപ്പോൾ ഞങ്ങൾക്കറിയാം AI കമ്പനിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയായിരിക്കും ഇ കോമേഴ്സിനെ ഇനി ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ഇ കോമേഴ്സ് ഇതുവരെ ഒരു എന്താ പറയാ ഒരു കുട്ടിക്കുപ്പായം ഇട്ട ഒരാളായിരുന്നുവെങ്കിൽ ഇനി ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് AI കൊടുക്കാൻ പോകുന്നത് കണ്ടമാനം ഡ്രസ്സിങ്സ് ആയിരിക്കും. അപ്പൊ അതിന്റെ ലുക്കും ഫ്ലേവറും ഒക്കെ കണ്ടമാനം മാറാൻ പോകും. നിങ്ങളുടെ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആപ്പ് നിങ്ങളോട് സംസാരിച്ചു തുടങ്ങും. ഇന്ന് എന്താണ് വേണ്ടത്? ഇത് നിങ്ങളോട് ഇന്ററാക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പോവാ. ഇപ്പൊ നിങ്ങൾ പാസ് ഒരു ആപ്പ് ഓപ്പൺ ചെയ്തു, ഓക്കെ ഇന്ന് ഒരു 2 കിലോ അരി വേണം, അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലൈറ്റിന്റെ ബുക്ക് ചെയ്യണം, അപ്പൊ ഇത് ക്ലിക്ക് ചെയ്യാം. സെർച്ച് ചെയ്യാം ഏതാണ് ചീപ്പ് റേറ്റ്. ഇറ്റ്സ് ഗോയിങ് ടു ബി മോർ, അതായത് somebody is going to talk to you. App is going to talk to you and give you inputs. ഇന്ന് ഈ സാധനത്തിന്റെ വെബ്സൈറ്റ് വായിക്കോളൂ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി സംതിങ് ലൈക്ക് എൻ അസിസ്റ്റന്റ് മോഡലിലേക്ക് പോകണം. അതായത് നിങ്ങളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും ഗൈഡ് ചെയ്യാൻ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി സംതിങ് വെരി വെരി ബിഗ്. ഓക്കെ, നിങ്ങളുടെയൊക്കെ ഇമാജിനേഷൻ അപ്പുറം പോകുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് കണക്കനുസരിച്ച് ഏകദേശം 3 ബില്യൺ ആളുകൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നതാണ്. 2025 3 ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി റഫ്ലി അറൌണ്ട് 4.8 ബില്യൺ. കാരണം അവിടെ എസ്റ്റിമേറ്റ് അത് there are some errors you always get. Accurate data കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കാര്യം. നമുക്ക് ഇ കോമേഴ്സ് കമ്പനികൾ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള കുറെ കമ്പനികളാണ്. ഈബേയും ആമസോണും മിന്ത്രയും ഒക്കെ നിങ്ങളുടെ വെരി പോപ്പുലർ നെയിമുകളാണ്. കാരണം ഇതിനൊക്കെ ഒത്തിരി അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു. അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിലൂടെ ഈ പേരുകളൊക്കെ നിങ്ങളുടെ തലച്ചോറിൽ എപ്പോഴും നിൽക്കുന്നു. ഇവിടെ ഇന്ത്യൻ്റെ ഒരു കമ്പനി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. ഇൻഫാക്ട് ഐ ആം വെരി ക്ലോസ്ലി അസോസിയേറ്റ് വിത്ത് കമ്പനി ഗ്ലോബൽ ഗാർഡ്. ഓക്കെ, ഞാൻ ആ കമ്പനിയുടെ വൈസ് പ്രസിഡന്റും കൂടെയാണ്. ഇപ്പൊ ഗ്ലോബൽ ഗാർഡനർ ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ ആപ്പുകളെയും ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കും ഒറ്റ ആപ്പിലേക്ക്. ഇറ്റ് മീൻസ് ഗ്ലോബൽ ഗാർഡൻ എന്ന് പറഞ്ഞ ടെക്നോളജി ആ കമ്പനിയുടെ ആപ്പ് ഉപയോഗിച്ചാൽ അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഈബേയും ആമസോണും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എ സൂപ്പർ ആപ്പ്. ഇറ്റ്സ് ഫസ്റ്റ് ടൈം അങ്ങനെ കോപ്പി റൈറ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന മോഡലാണ്. അതിന്റെ എക്സ്പാൻഷൻസ് നടക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ. നിങ്ങൾക്കൊക്കെ അതിലേക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ വിൽ ടോക്ക് ടു യു ലേറ്റർ ഓൺ ദാറ്റ്. മിസ്റ്റർ ഗോപകുമാറിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇന്റേൺഷിപ്പിന് കുട്ടികളെ ഞങ്ങൾ എടുക്കും. സോ ഞാൻ ഈ കാണിച്ച സ്ലൈഡുകളിനകത്തുള്ള ചില പോയിന്റുകളാണ്. അതായത് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, ഇ കോമേഴ്സ് മാർക്കറ്റ് പ്ലേസുകൾ, ദെൻ വെബ്സൈറ്റുകൾ. അപ്പൊ ഇ കോമേഴ്സിൽ തന്നെ ഡിജിറ്റൽ കോമേഴ്സിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ചില മാർക്കറ്റ് പ്ലേസ്, അതായത് വിൽക്കുക കൊടുക്കുക എന്നുള്ളതാണ്. പ്ലാറ്റ്ഫോംസ്, അതായത് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഷോപ്പിഫൈ എന്നുള്ള പ്ലാറ്റ്ഫോം മേടിച്ചിട്ട് എനിക്ക് എന്റേതായ ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം വിച്ച് ഐ ബൈ ആൻഡ് ഐ ബിൽഡ് മൈ ബിസിനസ്. ആമസോൺ വാങ്ങാനും കൊടുക്കാനും പറ്റിയ ഒരു പ്ലാറ്റ്ഫോം, നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കും. പിന്നെ ബാക്കിയുള്ളതാണ് വെബ്സൈറ്റുകൾ, അതായത് എല്ലാവർക്കും കൊണ്ട് ലോഡ് ചെയ്ത് കൊടുക്കാം വെബ്സൈറ്റ്സ്. അങ്ങനെ ഇ കോമേഴ്സിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. നിങ്ങളുടെ ട്രെയിനിങ് സമയത്ത് ഇതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചതാണ്. സോ ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്കാണ് നമുക്കിനി മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇവിടെ ഞങ്ങൾ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ലുക്ക് അറ്റ് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, കണ്ടന്റ് മാർക്കറ്റ്, SEO സ്പെഷ്യലിസ്റ്റ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അതായത് കസ്റ്റമർ ഒരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. PPC, പ്രൈമർലി ആഡ് പ്രോഗ്രാംസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ്. ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജേഴ്സ്, അതായത് ഹയർ പ്രൊഫൈൽ ഒരു പോർട്ട്ഫോളിയോ ആണ്. അതായത് ഒരു കമ്പനിയുടെ ടോട്ടൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്തായിരിക്കണം, ഏത് ടൈപ്പ് കസ്റ്റമർ ബേസിന് ഏത് ടൈപ്പ് മീഡിയ ഉപയോഗിക്കണം, ഇൻസ്റ്റാഗ്രാം ആണോ ഉപയോഗിക്കേണ്ടത്, അതെയോ ഫേസ്ബുക്ക് ആണോ, അതെയോ ഗൂഗിൾ ആണോ, അതെയോ എന്താ പറയാ യൂട്യൂബ് ആണോ. സോ ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ബേസ്ഡ് ഓൺ കൺസ്യൂമർ ബിഹേവിയർ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ ഏരിയയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് മുമ്പിൽ കിടക്കുന്നുണ്ട്. ഷുഡ് ഐ ബിക്കം SEO സ്പെഷ്യലിസ്റ്റ്? അപ്പൊ അവിടെ നിങ്ങൾക്ക് ടെക്നോളജീസ്, അതിനുവേണ്ടി പഠിപ്പിക്കുന്ന ടെക്നോളജി ഞങ്ങളുടെ ഓർഗനൈസേഷൻസ് ധാരാളം കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ കമ്പനികൾ അല്ലെങ്കിൽ ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്. സോഷ്യൽ മീഡിയ മാനേജറെ എങ്ങനെയാക്കാം, അവർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്താണ്, കണ്ടന്റ് മാർക്കറ്റ് ചെയ്യുക, അതായത് എങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം. അതായത് ഒരു കസ്റ്റമറിൽ ഒരു സബ്ജക്ട് എത്തിക്കഴിഞ്ഞാൽ കസ്റ്റമർ എങ്ങനെ അതിനോട് ബിഹേവ് ചെയ്യും, അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അത് അനലൈസ് ചെയ്തിട്ട് അതനുസരിച്ച് മാർക്കറ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു ഫിലിം മേക്കർ ആണെന്നുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഫിലിം കേരളത്തിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നോക്കും എന്റെ ഫിലിം ഏത് ടൈപ്പ് കൺസ്യൂമറിലേക്കാണ് എത്തിക്കേണ്ടത്.
എല്ലാവർക്കും കാണാവുന്ന, എല്ലാവർക്കും എൻജോയ് ചെയ്യാവുന്ന ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ അത് ലോകത്തോട് പറ്റില്ല. പക്ഷെ ഒരു മെജോറിറ്റിക്ക് വരും. ചില ആളുകൾ കുട്ടികളെ വേണമെങ്കിൽ ഫോക്കസ് ചെയ്യും, ചില ആളുകളൊക്കെ വീട്ടമ്മമാരെ, കുടുംബ ബന്ധങ്ങളെ ഫോക്കസ് ചെയ്തായിരിക്കും. അപ്പൊ അവര് അതിന് ഭാഗത്തുള്ള കഥകളും നല്ല സ്ക്രിപ്റ്റും ഒക്കെയാണ് അവർ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് കണ്ടന്റ് മാർക്കറ്റർ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചിന്തിക്കാൻ പറ്റിയ കുട്ടികൾ, അവർക്കൊക്കെ ഇതിനകത്തേക്ക് ഒന്നും ചെയ്യാവുന്നതാണ്. ദെൻ മാനേജ്മെന്റ് റോൾ, അതായത് കുറച്ചുകൂടെ സ്ട്രാറ്റജിക്കലി ചിന്തിക്കാൻ പറ്റിയ കുട്ടികളൊക്കെ ഒരു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെ കൂട്ടാം, ഏതൊക്കെ അസോസിയേഷൻസ് നമുക്ക് വേണം, ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറിന്റെ റോൾ. പിന്നെ അടുത്ത് ഞങ്ങൾക്ക് കുറെ റോളുകൾ ഉള്ളതാണ്. കണ്ടന്റ് ക്രിയേറ്റർ, ഡിജിറ്റൽ സ്ട്രാറ്റജിസ്റ്റ്, ഓക്കെ, ഇൻഫ്ലുവൻസർ. ദിസ് ഇസ് സംതിങ് വെരി വെരി ഭയങ്കരമായിട്ട് ഇപ്പോൾ കേരളത്തിലല്ല ലോകത്ത് എവിടെയും നിങ്ങൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ ഒരു കമ്പനിക്കാണെങ്കിൽ ഒരു മോഡലിനെ വിളിക്കും, ഐശ്വര്യ റായിയോ അഭിഷേക് ബച്ചനെയോ അല്ലെങ്കിൽ ഐ മീൻ മമ്മൂട്ടിയോ മോഹൻലാലിനെയൊക്കെ വെച്ചിട്ട് ഒരു പ്രോഡക്റ്റിന്റെ ക്യാമ്പയിൻ ചെയ്യും. അപ്പൊ എന്താ ബേസിക്കലി ഇഫ് സംബഡി സേസ് മോഹൻലാൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു ട്രസ്റ്റ് അവിടെ കൂടുക. സോ വാട്ട് എ ബ്രാൻഡ് ഡസ് ഇസ് ഇറ്റ് മേക്സ് യു ഈസി ടു മേക്ക് എ ഡിസിഷൻ. ഒരു ബ്രാൻഡ് ചെയ്യുന്ന ബ്രാൻഡിങ്ങിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ഇറ്റ് ബ്രിങ്സ് ഡൗൺ യുവർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഇന്ന ആൾ ഉപയോഗിക്കുന്നുണ്ട്, ഓക്കെ, പിന്നെ ഞാൻ അനലൈസ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. അതാണ് അതിന്റെ ഒരു അർത്ഥം. സോ അവിടെ ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അപ്പൊ ഒത്തിരി കുട്ടികൾ നിങ്ങൾ റീലൊക്കെ ഇറക്കി നിങ്ങളൊരു വലിയൊരു കൺസ്യൂമർ ബേസ് അല്ലെങ്കിൽ ഒരു ഫോളോവർ ബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യു ബിക്കം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ്, യു ബിക്കം എ സ്റ്റാർ. സോ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ നിങ്ങളുടെ ആ വക കഴിവുള്ള കുട്ടികളോട് പറഞ്ഞില്ല, ചില ആക്ടിങ്ങിനൊക്കെ കഴിവുള്ളവരാണ്. അപ്പൊ നിങ്ങൾ കീപ് മേക്കിംഗ് സം റീൽ ആൻഡ് യു ബിക്കം ഇൻഫ്ലുവൻസർ. ഓക്കെ, ദെൻ വി ഹാവ് സംതിങ് ലൈക്ക് അനലിറ്റിക്സ് സ്പെഷ്യലിസ്റ്റ്. ഇവിടെ ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുക. അതായത് ഒരു ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന റെസ്പോൺസുകളെ മാത്തമാറ്റിക്കൽ മോഡൽസ്, സയന്റിഫിക് ഫ്രെയിംവർക്കിനകത്ത് നിന്ന് സംസാരിക്കണം. അല്ലാതെ ഒരു സാധനം ഇറക്കി കഴിഞ്ഞപ്പോ അത് അടിപൊളിയായിരുന്നു കേട്ടോ, അത് സൂപ്പർ ആയിരുന്നു എന്നൊരു എന്താ ആപേക്ഷികമായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലാതെ യു വാണ്ട് ടു ക്രിയേറ്റ് അബ്സല്യൂട്ട് എന്താ പറയാ വാല്യൂ ആൻഡ് ഡേറ്റ ഡ്രിവൺ അനാലിറ്റിക്സ്. അതായത് ഒരു ആഡ് ഇറക്കി 30 ദിവസം കൊണ്ട് 10 ലക്ഷം പേര് കണ്ടു, അതിൽ 1 ലക്ഷം ആളുകൾ ഈ പ്രോഡക്റ്റിന് ഇൻട്രസ്റ്റ് വന്നു, 50,000 പേര് കൺസംഷനിലേക്ക് പോയി, ഈ 50,000 പേര് വാങ്ങിയത് ഇത്ര രൂപയുടെ സാധനമാണ്, അതിൽ ഇന്ന കളറിനാണ് കൂടുതൽ സെയിൽ വന്നത്, ആ കളർ പോയത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ തലശ്ശേരിയിലാണ്, തലശ്ശേരിയിൽ അപ്പൊ ഇതിന് മാർക്കറ്റ് കൂടുതലുണ്ട്, അവിടുത്തെ കാലാവസ്ഥ ഇതായിരുന്നു, ആ കാലാവസ്ഥയ്ക്ക് ഇത് സൂട്ടബിൾ ആയി. സോ ദർ ആർ സോ മെനി പാരാമീറ്റേഴ്സ് വിച്ച് ഗെറ്റ്സ് ഇൻടു എ ഡിസിഷൻ മേക്കിംഗ്. സോ ഈ പാരാമീറ്റേഴ്സ് ഒക്കെ അനലൈസ് ചെയ്യാന്നുള്ളത് ഒരു ഹ്യൂമൻലി പോസിബിൾ അല്ല, ബിക്കോസ് ഇറ്റ് ആർ വെരി കോംപ്ലക്സ് കമ്പ്യൂട്ടേഷൻ മോഡൽസ് ടു ബി അപ്ലൈഡ്. ഇവിടെ എന്താ ചെയ്യാം? സോ അനലിറ്റിക്സ്. അപ്പൊ അതിനു വേണ്ടി ഒത്തിരി മാത്തമാറ്റിക്കൽ മോഡലുകൾ, അതിന് പറ്റിയ എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ച ഒത്തിരി കുട്ടികളാണ്. So you can start looking at it. Okay. So some of the areas what we are really looking at to hire people. And ഇവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. Now, Gopkumar, I just wanted to check with you. Gopkumar, you are able to hear me? Yes, sir. Yes, audible. Okay. ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഇന്റേൺഷിപ്പിന് വേണ്ടി കുട്ടികളെ എടുക്കുന്നുണ്ട്. So should I show this opportunity for them? What is your opinion? യെസ് സർ, ആക്ച്വലി നമ്മൾ ഒന്നിച്ച് കളക്ട് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും റീച്ച് ഔട്ട് ചെയ്യും. അപ്പൊ മാക്സിമം സ്റ്റുഡൻസിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ നമുക്ക് അങ്ങനെ ചെയ്യാം സാർ. ഞാൻ വാട്ട് ഐ വിൽ ഡു, ഞങ്ങൾ ചെയ്യുന്ന ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ചെറിയ സമ്മറി തരാം. Maybe I'll just run couple of slides what we do. Okay, അപ്പൊ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ we will be looking at interviewing the student online ടെസ്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. So what we do, we are looking at ഞങ്ങളൊരു e-commerce കമ്പനിയാണ്, ഡിജിറ്റൽ കോമേഴ്സ് കമ്പനിയാണ് ഗ്ലോബൽ ഗാർഡൻ. സോ ഗ്ലോബൽ ഗാർഡൻ എന്ന കമ്പനിയുടെ ഓപ്പറേഷൻസിലേക്ക് വേണ്ടി ഞങ്ങൾ കുറെ കുട്ടികളെ സെലക്ട് ചെയ്തു. ആ കുട്ടികൾക്ക് പ്രൈമറി ഞങ്ങൾ ആ കുട്ടികൾ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആപ്പ് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ആപ്പ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ കൺസ്യൂമർ ബിഹേവിയർ അനലൈസ് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ ഒബ്ജക്റ്റീവ്. ഇപ്പൊ കൺസ്യൂമർ ബിഹേവിയർ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ആപ്പ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടും. കുട്ടികൾക്ക് ഈ ആപ്പ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി ഒരു ആപ്പ് ഉപയോഗിക്കാൻ പഠിക്കുന്നു, ആപ്പിൽ നിന്നുള്ള കൺസ്യൂമർ ബിഹേവിയർ പഠിക്കുന്നു,
അതിലൂടെ അവർക്കൊരു വരുമാനവും ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. സോ ദേ ക്യാൻ ഏൺ മണി ആൻഡ് ദേ ക്യാൻ ക്രിയേറ്റ് എ പെർമനന്റ് ഇൻകം ആസ് വെൽ. അതാണ് ഈ ഇന്റേൺഷിപ്പിൽ. ബേസിക്കലി ഞങ്ങൾ ജസ്റ്റ് ഗീവ് എ ബാക്ക്ഗ്രൗണ്ട്. ഗ്ലോബൽ ഗവർണർ ഏകദേശം ഞങ്ങൾ കേരളത്തിൽ മുഴുവൻ സ്റ്റോറുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇറ്റ്സ് എ ബിഗ് പ്രോജക്റ്റ് ആണ്. പതുക്കെ നടക്കുള്ളൂ. സോ വി ആർ ഓൺ ദ ജോബ്. സോ ഇത് ഫസ്റ്റ് ടൈം ആണ് ലോകത്ത് ഇങ്ങനെ ഒരു മോഡൽ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ്. ഓക്കെ. സോ ഇവിടെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആപ്പുകളെയും ഷോപ്പിംഗ് എക്സ്പീരിയൻസുകളെയും ഒരൊറ്റ ആപ്പിലേക്ക് കൊണ്ടുപോകും. സോ ഇറ്റ്സ് എ സിംഗിൾ ആപ്പാണ് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ആപ്പ് യു ക്യാൻ സി ഓൾ ദിസ് ബ്രാൻഡ്സ് അസോസിയേറ്റഡ്. സോ ഈ ആപ്പിന്റെ പ്രത്യേകത സിമ്പിൾ, എല്ലാ ട്രാൻസാക്ഷനും ഒരൊറ്റ ആപ്പിലൂടെ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ ആപ്പിൽ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതായത് it has a mathematical ability to convert your expenses as income. ഇന്ന് ഞാനൊരു 10,000 രൂപയുടെ സാധനം ഈ ആപ്പിലൂടെ വാങ്ങിയാൽ ആ 10,000 രൂപയും എനിക്ക് തിരിച്ച് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാവുന്ന ഒരു മാത്തമാറ്റിക്കൽ മോഡൽ അതിനകത്തുണ്ട്. സോ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതെല്ലാം ആപ്പിൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ്. ഹൗ ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് വി യൂസ് എ മോഡൽ ആൻഡ് മോഡൽ ആണ് പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല, കുട്ടികൾക്ക് ചെയ്യാം. അപ്പോൾ എല്ലാം ഉപയോഗിക്കുന്ന ഒരു ആപ്പും 100% എക്സ്പെൻസസിന്റെ ഫ്യൂച്ചർ ഇൻകം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത. സോ ഈ ആപ്പ് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ്. അപ്പൊ ആ പ്രോജക്റ്റിനാണ് ഈ ആപ്പിന്റെ ടെസ്റ്റിംഗ് നിങ്ങൾ ചെയ്യുക. ഞങ്ങൾ പ്രൈമറി ഇതിലേക്ക് വേണ്ടിയാണ് കുട്ടികളെ എടുക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഏകദേശം 6,000 കോടി രൂപയുടെ ഇതാണ് ഞങ്ങളുടെ വാല്യുവേഷൻ റൈറ്റ്. ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് ഓൾറെഡി അസോസിയേറ്റഡ് ആണ് ഞങ്ങളുടെ ആസ് ഇൻവെസ്റ്റർ. ഞങ്ങളുടെ മോഡലിന് 187 കൺട്രീസിൽ കോപ്പി റൈറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് ധാരാളം അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. റെക്കഗ്നിഷൻസ്, ഇത് IAM എന്നുള്ള റെക്കഗ്നിഷനാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, പിന്നെ GVFL, ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്നുള്ള റെക്കഗ്നിഷൻ. സോ ഇതെല്ലാം ജസ്റ്റ് ഒരു ആപ്പിന്റെ ഒരു ഫ്രെയിം വർക്ക് ആണ്. സോ ഫസ്റ്റ് തിങ് ഇസ് എല്ലാ ആപ്പും ഒന്നിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ആപ്പിലൂടെ വരുന്ന എക്സ്പെൻസിന് നിങ്ങളുടെ ഫ്യൂച്ചർ ഇൻകമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതെങ്ങനെയാണെന്നെല്ലാം ഇന്റേൺഷിപ്പിൽ ഞങ്ങൾ പഠിപ്പിക്കും. സോ ഞങ്ങൾ ഏകദേശം 2,000-ഓളം കുട്ടികളെ കേരളത്തിൽ നിന്ന് തന്നെ എടുക്കാനുള്ള പ്ലാനുണ്ട്. ഇറ്റ് വിൽ ടേക്ക് മേ ബി ഒരു 1 year കൊണ്ടൊക്കെയാണ് തീർക്കുക. സോ ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്, ബട്ട് വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് സ്റ്റുഡൻസ്. ഇവിടെ ഞങ്ങൾ ബേസിക്കലി നിങ്ങളുടെ ഓൺലൈനിൽ രജിസ്ട്രേഷൻ നടത്തുകയും അതിനുശേഷം ഞങ്ങൾ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യും. അതിനുശേഷം ഞങ്ങൾ ഓൺലൈൻ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾക്ക് നടത്തും. ഓൺലൈനിലാണ് ടെസ്റ്റ് പാസ്സായ കുട്ടികൾക്ക് ഞങ്ങൾ ഇന്റേൺഷിപ്പിന്റെ ഓഫർ ലെറ്റർ തരും. ഇന്റേൺഷിപ്പ് നടക്കും. ഇന്റേൺഷിപ്പിന് ശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കേഷനും അതിലൂടെ ഒരു കോമ്പൻസേഷൻ. ഇനി ടെസ്റ്റ് ഫെയിൽ ആയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഫൗണ്ടേഷൻ പ്രോഗ്രാം. നിങ്ങൾക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇന്റേൺഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കേഷനും തരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്. താല്പര്യമുള്ള കുട്ടികൾ കണ്ടിന്യൂ, അല്ലാത്ത കുട്ടികൾക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യും. സോ ദർ ഇസ് നോ, ബട്ട് വി ആർ ഗോയിങ് ടു ഹാവ് എ വെരി ഹ്യൂജ് ഇൻടേക്ക് ഇൻ ദിസ് ഡൊമൈൻ. എല്ലാ മേജർ ബ്രാൻഡുകളും ഞങ്ങളുടെ അഫിലിയേറ്റഡ് ആണ്. ഷോയിങ് സം ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഇറ്റ്. ഓക്കെ. സോ വി ഓൾസോ ഇൻട്രൊഡ്യൂസ് സംതിങ് ന്യൂ. അതായത് ലോകത്ത് ആദ്യമായിട്ടാണ് റുപേ കാർഡുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, വിച്ച് പ്രോസസ്സസ് 100% ക്യാഷ് ബാക്ക്. അതായത് എക്സ്പെൻസസുകൾ ഇൻകമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടെക്നോളജി. സോ ഈ കാർഡുകൾ അവൈലബിൾ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാർഡുകളാണ്. ഇറ്റ്സ് ഓൾസോ ത്രൂ ആ പ്ലാറ്റ്ഫോം ഓൺലി ബീങ് സോൾഡ്. കുട്ടികൾക്കുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്തുണ്ട്. ഇത് ഞങ്ങൾ ഓൾറെഡി KDISCും നോളജ് എക്കോണമി മിഷനായിട്ടൊക്കെ ചേർന്നാണ് ഈ പ്രോജക്റ്റിന്റെ കുറച്ച് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓക്കെ. പിന്നെ എക്സാം ഒക്കെ വന്നുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് സ്ലോലി. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് അവർ ഓഫറിംഗ്. സോ വി ഹാവ്, ഞങ്ങൾ കോളേജുകളിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ജസ്റ്റ് ഫോട്ടോസ് ആണ് ഞാൻ കാണിക്കുന്നത്. This all, various colleges we visit, we conduct programs. Can I look at it? താല്പര്യമുള്ള കുട്ടികൾക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യും. മിസ്റ്റർ ഗോപകുമാർ അത് ഷെയർ ചെയ്താൽ മതി. ഓൺലൈനിൽ ഞങ്ങൾ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഇന്ന് ചെയ്യുന്ന പോലെ ഓൺലൈനിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ ദിസ് ഓൾ some of the just key inputs from my side. നിങ്ങൾക്ക് എന്താണ് ഈ ഇന്റേൺഷിപ്പ് ഞങ്ങളിലൂടെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം? നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നു, നിങ്ങൾക്കൊരു മെന്ററെ കിട്ടുന്നു, ഒരു നിങ്ങളുടെ പേഴ്സണൽ ക്വാളിറ്റീസ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നു, പിന്നെ ആളുകൾ നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായത്. പിന്നെ നിങ്ങളുടെ ഇൻഡസ്ട്രി റെഡി ആവുകയാണ് കുറേ കൂടെ. ഒപ്പം തന്നെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ നിങ്ങൾക്ക് അതും കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇതിലൂടെ ചെയ്തു. സോ ഞങ്ങളുടെ അസസ്മെന്റിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ട്രെയിനിങ്ങിൽ തരും നിങ്ങൾക്ക്. എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് ആപ്പിനെ കുറിച്ച്. വി വിൽ ട്രെയിൻ യു ഓൺ ദോസ് തിങ്സ്. ഓക്കെ. സോ ദാറ്റ്സ് ബേസിക്കലി
ഓക്കെ, ഞാൻ അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ്, ഇറ്റ് ഇസ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. ഇത് മലയാളത്തിൽ എല്ലാ കുട്ടികൾക്കും വായിക്കാം അല്ലെ? ഗോപകുമാർ ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് വേണ്ടി ഒന്ന് വായിക്കാമോ? ഒരു 10 വർഷത്തിനകം ഇവിടുത്തെ ചെറുകിട വ്യവസായം ഏറെക്കുറെ അവസാനിപ്പിക്കേണ്ടി വരും. പിന്നെ അങ്ങോട്ട് ഓൺലൈൻ വ്യവസായവും മാളുകളും മാത്രമായിരിക്കും. ശരിയല്ലേ? This is something which, whether we like or not, going to happen. Digital commerce in the penetration നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഡിജിറ്റൽ കോമേഴ്സ്, ഇലക്ട്രോണിക് കോമേഴ്സ് രംഗത്ത് വരുന്ന മാറ്റങ്ങൾ നമുക്ക് തടയാൻ പറ്റില്ല. സോ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗെറ്റ് റെഡി. ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ഷെയറിംഗ് നോ. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ എന്താ ഒരു ചൊല്ലുണ്ടത് അല്ലേ? ഇതുണ്ടോ, ഞാൻ കേരളത്തിലല്ല ജനിച്ചതും, സ്കൂളിംഗ് മാത്രമേ കേരളം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് വാക്കുകൾ വരുന്നില്ല. ദാറ്റ് ഇസ് സംതിങ്, പോയ വഴിയെ അടിക്കുക, അങ്ങനെ എന്താ സംതിങ് ഇസ് റൈറ്റ്? അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക, അങ്ങനെ സംതിങ് ലൈക്ക് റൈറ്റ്? അല്ലെങ്കിൽ എന്താ വേറൊരു ഇതുണ്ട്, ഓടുന്ന നായക്ക് ഒരു മുഴം മുന്നിൽ എന്നൊക്കെയാണ് ഞങ്ങൾ വാക്കുകൾ. ഇൻഡസ്ട്രി റെഡി, യു നീഡ് ടു ലുക്ക് ബിയോണ്ട്. മോസ്റ്റ് ഓഫ് ദ കുട്ടികളിലും വരുന്ന പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, യു ആർ ദ ട്രെയിലിംഗ് എൻഡ്. നടന്നു പോയ ഒരു സാധനത്തിന്റെ പുറകിൽ നിങ്ങൾ കയറാൻ നോക്കും. അതായത് ഒരു ട്രെയിൻ പോവാ, അത് പോയി, അപ്പൊ അതിന്റെ ലാസ്റ്റ് കോച്ചിൽ നിങ്ങൾ കയറാനുള്ള നോട്ടാ. നിങ്ങൾ അതിന്റെ മുമ്പിൽ ഓടാൻ പറ്റണം. കാരണം ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് നിങ്ങളാണ്. ഞങ്ങളൊക്കെ റിട്ടയർമെന്റ് വെച്ച് പോയവരാണ്. നിങ്ങളിതാണ് ഈ രാജ്യം കിടക്കാൻ പോകുന്നത്. ഈ രാജ്യവും ഈ രാജ്യത്തിന്റെ ഭാവി തലമുറയെയും ക്രിയേറ്റ് ചെയ്യുന്ന യങ് പോപ്പുലേഷനാണ്, വൈബ്രന്റ് പോപ്പുലേഷനാണ്. നിങ്ങളുടെ അത്ര സ്ട്രെങ്ത് ആർക്കുമില്ല. There is no one in this world has this capability like India possesses. The youngest generation. We are outnumbering the total population of USA. നമ്മുടെ ടോട്ടൽ US-ന്റെ പോപ്പുലേഷൻ നമ്മൾ ഔട്ട്നമ്പർ ചെയ്യാണ് നമ്മുടെ ഇവിടുത്തെ മിഡിൽ ക്ലാസ് ഇൻകം. ഓരോ വർഷവും India is close to around 3 trillion or 4 trillion economy today, and we pump out almost 16 ലക്ഷം engineers-നെ നമ്മൾ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നു. Whereas US is probably around 18 to 20 trillion economy, and they produce only just 1 lakh or 1.5 lakh engineers. Now, why I gave you this number comparison? Reason, we are just looking, we have a huge mass, but we are lacking quality. അത് നിങ്ങൾ എപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നു? യെസ്, യു ബിക്കം വാല്യൂബിൾ, യു സേ യെസ്, ഐ എം ലുക്കിംഗ് അഹെഡ്. നിങ്ങൾ അക്കാഡമിക് ബുക്കുകളിൽ നിന്ന് വെളിയിൽ വന്ന് നിങ്ങൾ ചിന്തിക്കാൻ കേപ്പബിൾ ആവും. സ്റ്റാർട്ട് തിങ്കിങ് ബിയോണ്ട്. someone created all these technologies. അവരെ പഠിപ്പിച്ചതല്ലോ ക്രിയേറ്റ് ചെയ്തില്ല. നിങ്ങൾ പഠിച്ചത് മാത്രമേ ചെയ്യുള്ളായിരുന്നു എങ്കിൽ നമ്മളൊക്കെ ഇന്ന് മരപുരി ഒക്കെ ഇട്ട് നടക്കണം. കാരണം ആണല്ലോ നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ പൊടിവീരന്മാർ അത് ഇട്ടാണല്ലോ നടന്നത്. So somebody had made some decisions and programs which are very disruptive in nature. So നിങ്ങൾ അങ്ങനെ ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളും കൊണ്ടുവരാനും ചിന്തിക്കാനും പറ്റും. So you have to think beyond what is available to you. അവിടെയാണ് നിങ്ങളുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ നിങ്ങൾ ഗ്രോത്ത് അല്ല, യു ആർ ജസ്റ്റ് എ പാരസൈറ്റ്. സംബഡി ഈസ് ക്രിയേറ്റഡ്, യു ആർ ജസ്റ്റ് ഓൺ ദ ബാക്ക് ഓഫ് ദ വാഗൺ. യു നീഡ് ടു ബി സിറ്റിംഗ് അറ്റ് ദ ഫോർ ഫ്രണ്ട്. നിങ്ങൾ പൈലറ്റ് ചെയ്യണം. യു ഷുഡ് ബി സിറ്റിംഗ് ഇൻ ദ കോക്പിറ്റ് ഡ്രൈവിംഗ്. സോ I mean, it's a pleasure having met you all, guys. At least I can see all of you. നിങ്ങളെ കുറച്ച് പേര് പേരുകളെ കാണാൻ പറ്റുന്നുള്ളൂ. But I think I've spent something sensible time with you all. And according to Gopakumar, I think I have run out of my time as well. So over to you, Gopakumar. Is there anything else I can? Okay. So thank you very much, sir. കാരണം what I can say is that sir വളരെ ഹാർട്ടിൽ നിന്ന് തന്നെ ഹൃദയത്തിൽ നിന്ന് തന്നെ സംസാരിച്ചു. ബിക്കോസ്
വി വർ എക്സ്പെക്ടിങ് ഈസ് സിമിലർ ടോക്സ്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് തന്നെയാണ്. കാരണം ഒരു കൺവെൻഷണൽ ടൈപ്പ് നമ്മൾ ഇന്ന കോഴ്സ് പഠിച്ചാൽ ഇന്ന കരിയർ പോവാം, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് അല്ല നമ്മൾ ഉദ്ദേശിച്ചത് സാർ. സോ എന്താ പറയാ, വെരി താങ്ക് യു സർ. ബിക്കോസ് ഫസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ആകെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അവർ പാർട്ടിസിപ്പേഷൻ വാസ് ലിറ്റിൽ ലോ. ആക്ച്വലി വി എക്സ്പെക്ടഡ് അറൌണ്ട് 100+, ബട്ട് മേ ബി ഈ ടൈം ചേഞ്ച് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട് വെൽ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ 7 PM വെക്കുന്നത്. എനിവേ, ഹൂഎവർ ഹാസ് അറ്റൻഡഡ് ദിസ് സെഷൻ, ഐ ആം ഷുവർ വളരെ കുറച്ച് പേരാണെങ്കിൽ കൂടെ അവർക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. ബിക്കോസ് സർ സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട് വാട്ട് അവർ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി പ്രസന്റ്ലി നീഡ്സ് അത് കൃത്യമായിട്ട് പറഞ്ഞു. ആൻഡ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സാർ പറഞ്ഞ പോലെ സാർ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്തും. കാരണം നമ്മളുടെയും ഒരു മിഷൻ അത് തന്നെയാണ്. ഹൗ വി ക്യാൻ സപ്പോർട്ട് എവറി സ്റ്റുഡന്റ്, എവറി അക്കാഡമിക് കമ്മ്യൂണിറ്റി ബൈ കണക്ടിങ് ദ ഇൻഡസ്ട്രി എന്നുള്ളത്. അപ്പം ഇതെല്ലാം നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾ പരമാവധി യൂസ്ഫുൾ ആക്കണം. ആൻഡ് ഇതൊരു സത്യമാണ്, ഈ ഒരു ഷോർട്ട് ടൈം കൊണ്ട് ഈ ഏരിയയിലത്തെ കംപ്ലീറ്റ് വാസ്റ്റ്നെസ് ഒന്ന് കവർ ചെയ്യാൻ പറ്റില്ല. ബട്ട് സാർ ആ അവൈലബിൾ ടൈമിൽ ഹൗ വെൽ ഹി ക്യാൻ മോട്ടിവേറ്റ്, ഇൻസ്പയർ യു ടു ഡു സിമിലർ പ്രോഗ്രാംസ് ഓർ വാട്ട് ദ ഇൻഡസ്ട്രി എക്സ്പെക്ട്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. സോ ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട് സർ, താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് us. ബിക്കോസ് നമ്മളുടെ ഒരുപാട് പേരെ നമ്മൾ ഇതുപോലെ ഇൻഡസ്ട്രിയിൽ സീനിയർ ആയിട്ടുള്ള അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മേ ബി ഔട്ട് ഓഫ് 10 ഒരു 1 or 2 ആയിരിക്കും ചിലപ്പം ഇത്തരം ഒരു വില്ലിങ്നെസ്സോട് കൂടി മുന്നോട്ട് വരുന്നത്. സോ അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സോ താങ്ക് യു വൺസ് അഗെയിൻ. ആൻഡ് ടു അവർ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി, നിങ്ങളും ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം, നിങ്ങൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി കണക്ട് us. ആൻഡ് വൺ മോർ തിങ്, ഞങ്ങൾ ചാറ്റിൽ ഒരു ഫീഡ്ബാക്ക് ഫോം ഇട്ടിട്ടുണ്ട്. ബിക്കോസ് വി വാണ്ട് ടു ഹിയർ ഫ്രം യു. ജസ്റ്റ് ഒരു 1 or 2 minutes എടുത്ത് മാക്സിമം നിങ്ങളത് കംപ്ലീറ്റ് ഫീഡ്ബാക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വിവിധ കോഴ്സുകൾ നമ്മുടെ KDISC പോർട്ടലിൽ, DWMS പോർട്ടലിലുണ്ട്. നിങ്ങൾ പലരും ചെയ്യുന്നതാണ്. അപ്പൊ ഈ കോഴ്സുകൾ ഓൺലൈൻ നിങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത്തരം ഇൻഡസ്ട്രി ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. So both are very important. You have to acquire the skills, you have to change your attitude, lot of things are there. So അതിലൊരു സ്മോൾ പാർട്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുകയാണ്. So once again, thank you for all of your participation and thank you Vinesh sir. ഇനിയും സാറിന്റെ സെഷൻസ് വേണം സാർ. if whenever you are available, നമുക്ക് ഓഫ്ലൈൻ ആയിട്ടും ഒക്കെ വേണം എന്ന് ആഗ്രഹമുണ്ട്. സോ പിന്നെ ആൾസോ ഇഫ് എനിബഡി ഓഫ് യുവർ ഫ്രണ്ട്സ് മിസ്, ഇവിടെ ജോയിൻ ചെയ്ത പാർട്ടിസിപ്പൻസിനോട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മളിത് റെക്കോർഡിങ്സ് നമ്മൾ യൂട്യൂബിൽ ആഫ്റ്റർ എഡിറ്റിംഗ് എന്തെങ്കിലും ഗ്ലിച്ചസ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് വി വിൽ അപ്ലോഡ് ഇൻ യൂട്യൂബ് അവർ ഒഫീഷ്യൽ ചാനൽ. സോ ഇത് എല്ലാവർക്കും അവൈലബിൾ ആവും എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യും വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. So thank you very much. Thank you sir for your valuable time for us. And എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഫീഡ്ബാക്ക് ഫോം ഒന്ന് ജസ്റ്റ് എല്ലാവരും ഷെയർ ചെയ്യാം. Thank you. Okay. Thank you. Bye all.